നമസ്കാരം. ആരോ വിഷനിലേക്ക് ഇറാനെ അടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അമേരിക്ക ഒറ്റ രാത്രി കൊണ്ട് അടിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാണെങ്കിലും ഇപ്പോൾ അമേരിക്ക ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ എല്ലാവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കൻ സ്റ്റെൽത്ത് വിമാനത്തിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ആകെ പകച്ച് പണ്ടാരമടങ്ങിയിരിക്കുകയാണ് ട്രംപ്. കാരണം എല്ലാം തകർത്തു എന്ന് പറയുമ്പോഴും ഇതെങ്ങനെ സാധിച്ചു എന്നാണ് ട്രംപും നെതന്യാഹുവും ഇപ്പോൾ ചിന്തിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനമായ F-35 കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ പ്രയോഗത്തിൽ സാരമായ കേടുപാട് പറ്റിയത്. അമേരിക്കൻ വ്യോമസേനയെ ഞെട്ടിച്ചതിനൊപ്പം സൈനിക വ്യോമയാന ലോകത്തെ തന്നെ ഇത് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സാധാരണ റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാവില്ലെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണ് അമേരിക്ക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ രാജ്യങ്ങളും ഇത് വാങ്ങണം, ഇത് ഒരു റഡാറുകൾക്കും ലോകത്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ വീമ്പിളക്കി വിറ്റഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്കയുടെ ഒരു യുദ്ധവിമാനമാണ് ഈ F-35. അങ്ങനെ ലോകത്തെ ഒരു റഡാറിനും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഈ സ്റ്റെൽത്ത് വിമാനത്തെയാണ് എങ്ങനെ ഇറാൻ കണ്ടുപിടിച്ചു എന്നത് മുതൽ ഇറാൻ്റെ ആകാശ പ്രതിരോധ ശേഷിയുടെ എത്രമാത്രം ഇനിയും ബാക്കിയുണ്ട് എന്നത് അറിയാൻ വരെ ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. F-35 നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടൻ്റെ റോയൽ എൻഫോഴ്സിൻ്റെ ഒരു F-35 വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കവേ എൻജിൻ തകരാറിലായതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുകയും ഒടുവിൽ റിപ്പയർ ചെയ്യാനാകാതെ വന്നു. കുറച്ച് ദിവസം ഇവിടെ കിടന്നു. അതിനെ തൊടാൻ പോലും ഇന്ത്യൻ വ്യോമസേനയോ ഇന്ത്യൻ വ്യോമയാന അധികൃതരെ പോലും അറിയിച്ചില്ല. വെയിലും മഴയും കൊണ്ട് അവിടെ കടന്നു. ഒടുവിൽ ബ്രിട്ടനിലേക്ക് മറ്റൊരു ഫ്ലൈറ്റ് വരുത്തി അതിനകത്ത് കയറ്റിക്കൊണ്ട് ചരക്ക് വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പ്രധാനമായും അമേരിക്കൻ നിർമ്മിതമെങ്കിലും ബ്രിട്ടീഷ് കമ്പനികൾക്കും അതിൻ്റെ വികസനത്തിലും നിർമ്മാണത്തിലും പങ്കുണ്ട്. മാത്രമല്ല ഏതാനും വിമാനങ്ങൾ ബ്രിട്ടൻ വാങ്ങിയിട്ടുമുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിൽ ഇന്ത്യയോടും ഇത് വാങ്ങാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ സമ്മർദ്ദത്തിന് നമ്മൾ വഴങ്ങില്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേന അത് വാങ്ങാൻ വലിയ താല്പര്യവും കാട്ടിയില്ല. കാരണം ഈ ലോകത്തെ റഡാറുകൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കൻ വിമാനത്തെ ആ F-35 ഇന്ത്യ റഡാറുകൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല. സാധാരണഗതിയിൽ ശത്രു റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാവാത്ത സാങ്കേതിക വിദ്യ ഉള്ളതിനാലാണ് ഇതിനെ സ്റ്റെൽത്ത് വിമാനമെന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ റഡാർ അയക്കുന്ന റേഡിയോ വീജികൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വീജികൾ പറന്നു വരുന്ന വിമാനത്തിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചെത്തി റഡാറിൽ പതിയുമ്പോഴാണ് വിമാനം വരുന്നുണ്ടെന്ന് റഡാർ കണ്ടുപിടിക്കുന്നത്. എന്നാൽ F-35 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇങ്ങനെ വരുന്ന ഈ വീജികളെ പ്രതിഫലിപ്പിക്കാത്തതിനാൽ അവ റഡാറുകൾക്ക് അദൃശ്യമായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇറാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വീജികൾക്ക് പകരം താപ അന്വേഷണ പാസീവ് ഇൻഫ്രാറെഡ് ട്രാക്കറാവും ഉപയോഗിച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ ലോകം ചിന്തിക്കുന്നത്. കാരണം F-35 വിമാനം പറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ താപം, ചൂട്, അത് കണ്ടെത്തി അവിടേക്ക് നിലത്ത് നിന്ന് തൊടുക്കുന്ന SA-67 എന്ന വിമാനവേദ മിസൈൽ തൊടുത്തതാകാമെന്നാണ് കരുതുന്നത്. ഒരു കാര്യം വ്യക്തം, അമേരിക്ക അവകാശപ്പെടുന്നത് പോലെ ഇറാൻ്റെ പോർവിമാനങ്ങൾ മിക്കവയും നിലത്ത് വച്ച് തന്നെ തകർത്തെങ്കിൽ ഇറാൻ്റെ നാവികശക്തിയുടെ കാര്യത്തിലെന്ന പോലെ വ്യോമ പ്രതിരോധ ശേഷിയും ഇനിയും അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ശരി. ഇത് തകർക്കുകയാണ് അടുത്ത നീക്കമെങ്കിൽ ഒരുപക്ഷെ ഇറാൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാതെ ഇറാൻ്റെ വിമാനവേദ മിസൈലുകളുടെ പരിധിക്ക് പുറത്ത്, അതായത് ഇറാന് തകർക്കാൻ കഴിയാത്ത രീതിയിൽ അയൽ രാജ്യങ്ങളുടെ സുരക്ഷിതമായ ആകാശത്ത് നിന്നുകൊണ്ട്, അതായത് നമ്മൾ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധുവിനെ തുറന്ന് നമ്മൾ തിരിച്ചടി എങ്ങനെയായിരുന്നു നമുക്കറിയാലോ. പാകിസ്ഥാൻ്റെ ആകാശം ഉപയോഗിക്കാതെ നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ വിമാനവേദ മിസൈലുകൾ ഉപയോഗിച്ച് നമ്മൾ തകർക്കുകയാണ് ചെയ്തത്. അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷിതമായ ആകാശത്ത് പറന്ന് അവിടെ നിന്ന് സ്റ്റാൻഡ് ഓഫ് ആക്രമണം നടത്താനാവും ഇനി അമേരിക്ക ശ്രമിക്കുന്നത്. എന്തായാലും അമേരിക്ക വിചാരിച്ചതുപോലെ ചെറിയ കളിയല്ല
ഇപ്പോൾ ഇറാൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഇറാൻ കളിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കളി തുടങ്ങി വെച്ചത് അമേരിക്കയാണ്, പക്ഷേ ഇത് തീർക്കുന്നത് തങ്ങളാവും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അതുകൊണ്ട് തന്നെ, കാരണം ഇറാൻ അങ്ങോട്ട് പോയി യുദ്ധത്തിന് പോയതല്ല, ഇപ്പോൾ ഇറാനെ കയറി ആക്രമിച്ചിട്ട് ഇനി സമാധാനത്തിന് വേണ്ടി നടക്കുകയാണ് ഇറാൻ്റെ അടുത്ത്. എന്തിനാണ് എൻ്റെ ആവശ്യം? അതുകൊണ്ട് തന്നെ ഇറാൻ പറഞ്ഞു ഇതിന് ഒരു സമാധാനവും ഇല്ല, ശത്രുക്കളെ മുഴുവൻ തറ പറ്റിച്ചിട്ട് സമാധാനമുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു സമാധാന ശ്രമങ്ങൾക്കും ഇറാൻ വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. മര്യാദയ്ക്കിരുന്ന ഇറാനെ ഇങ്ങോട്ട് കയറി ഒന്ന് ആക്രമിച്ചു. ഇനി ഒരു കാര്യം ചെയ്യാം, ആ ആക്രമണം ശത്രുക്കൾക്ക് തക്കതായ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇറാൻ ഇരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാവും. ഈ വന്ന് ഇപ്പോൾ നമ്മുടെ ചൈനീസ് പ്രസിഡന്റ്, അതായത് ചൈന, ഷി ജിൻപിങ്ങും ചൈനയും പറയുന്ന പോലെയായി ഇപ്പോൾ ട്രംപിൻ്റെ അവസ്ഥയും. കാരണം നമുക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ചൈന വാ തുറന്നാൽ സത്യം പറയത്തില്ല. അന്ന് ഗാൽവാൻ താഴ്വരയിൽ 2019 ഇന്ത്യ അടുത്ത് കയറി ചൊറഞ്ഞു. നമ്മുടെ 22 സൈനികർക്ക് കാഷ്വാലിറ്റി പറ്റിയെന്ന് നമ്മൾ ലോകത്തോട് പറയുകയും ചെയ്തു. എന്നാൽ ചൈനയ്ക്ക് ഇന്ത്യൻ തിരിച്ചടി സംഭവിച്ചത് 44 ചൈനീസ് പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ട് അതിനെക്കുറിച്ച് ചൈന ഒരക്ഷരം, എത്ര പേര് മരിച്ചു അല്ലെ എത്ര കാഷ്വാലിറ്റി എന്ന് ഒരു വാക്ക് പോലും ചൈന ഉരിയാടിയിട്ടില്ല. ഒരിക്കലും സത്യം പറയില്ല എന്ന് പറയുന്നത് പോലെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നെതന്യാഹു ട്രംപും കൂടി ചേർന്ന് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ മുഴുവൻ തകർത്തു, ആണവ ഇടങ്ങളിലെല്ലാം ബോംബിട്ടു, എല്ലാം നശിപ്പിച്ചു, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞതാണ് ട്രംപ്. എന്നിട്ടെന്താ, അത് B-2 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച്. എന്നിട്ടെന്തായി? ഇപ്പോഴും ആണവത്തിൻ്റെ പേരിൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു. അപ്പോൾ അന്ന് ആ യുദ്ധത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ അടിയിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അടിക്കുന്നത്? അതായത് അന്നും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതിനാണ് ശരി. അതുകൊണ്ട് ട്രംപ് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ തീർക്കാമെന്ന് പറഞ്ഞു വന്ന ട്രംപ് ഇപ്പോൾ കൈകാലിട്ടടിക്കുകയാണ്. എങ്ങനെ തീർക്കണമെന്ന് അറിയില്ല. ഇറാൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു, ഇനി പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇറാനിൽ കയറി ബോംബിടാം എന്ന് പറയുന്ന ട്രംപിനാണ് ഈ F-35 പണി കൊടുത്തത്. അതുമാത്രമല്ല, ട്രംപ് ലോകത്ത് പറഞ്ഞു, ലോകത്ത് ഒരു റഡാറുകൾക്കും കണ്ണിൽ പെടാത്ത ഏറ്റവും മികച്ച വിമാനമാണ്, വാങ്ങൂ എന്ന് ലോകരാജ്യങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ട്രംപ് ഇനി വിമാനം എങ്ങനെ വിൽക്കും? നിസ്സാരം പുതിയ അത്യാധുനിക ഉപരോധങ്ങൾ കാരണം അത്യാധുനിക സംവിധാനങ്ങൾ അധികമൊന്നും ഇല്ലാത്ത ഇറാൻ പഴയ സാധന സാമഗ്രികൾ വച്ചിട്ട് പോലും നമ്മളെ ട്രംപിൻ്റെ ഈ സ്റ്റെൽത്ത് വിമാനം കാണില്ല എന്ന് പറഞ്ഞാൽ ഈ F-35 കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇറാനും അത്ര മോശക്കാരനല്ല എന്ന് ട്രംപ് വിചാരിച്ചിട്ടുണ്ടാവും. ഏതായാലും യുദ്ധത്തിൻ്റെ മറ്റൊരു തന്ത്രത്തിലേക്ക് ട്രംപിന് മാറേണ്ടി വരും. ഏതായാലും അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അതിനുമൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി കാണാം. നന്ദി, നമസ്കാരം.